ഗൈസ്, എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ബിറ്റ്കോയിനെ കുറിച്ച് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തി അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. അടുത്തൊരു 6-7 കൊല്ലത്തിനുള്ളിൽ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റായി മാറാൻ വേണ്ടി പോവുകയാണ് ബിറ്റ്കോയിൻ. അത് ആ സമയങ്ങളിൽ അത്യാവശ്യം ബിറ്റ്കോയിൻ കൈവശമാക്കിയേക്കുന്ന ആളുകൾ, അതായത് ഈ ഒരു സമയങ്ങളിൽ ആ 6-7 കൊല്ലം അത്യാവശ്യം ബിറ്റ്കോയിനൊക്കെ അക്യുമുലേഷൻ ചെയ്തേക്കുന്ന ആളുകൾ ആയിരിക്കും അന്ന് ആ ലോകം ഭരിക്കാൻ പോകുന്നത്. ദേ വിൽ ബിക്കം ദ എലീറ്റ്സ്. അതായത് അവർക്ക് ഈ ലോകത്തെ എല്ലാ പ്രോഡക്റ്റുകളും സർവീസസുകളും എല്ലാം അവർക്ക് മേടിക്കാൻ നോക്കും, യൂസ് ചെയ്യാൻ നോക്കും. ദേ ക്യാൻ ട്രാവൽ എനിവെയർ ഓൺ ദിസ് പ്ലാനറ്റ്. അതായത് അവർക്ക് നല്ല നല്ല വെക്കേഷൻസ് അഫോർഡ് ചെയ്യാൻ നോക്കും. അങ്ങനൊരു ജീവിതം നമുക്കും വേണ്ടേ? സോ ഒരു ലോകത്തിൽ ആദ്യമായിട്ടാണ് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും, അല്ലെങ്കിൽ ലോകത്തെ എല്ലാ ആളുകൾക്കും, ആഫ്രിക്കയിലുള്ള ഒരാളാണെങ്കിലും, ഇന്ത്യയിൽ ഉള്ള ആളാണെങ്കിലും, അമേരിക്കയിലുള്ള ആളാണെന്നുണ്ടെങ്കിലും, ജപ്പാനാണെങ്കിലും, ലോകത്തെ ഏതറ്റത്തുള്ള അല്ലെങ്കിൽ ലോകത്തെ എല്ലാ ആളുകൾക്കും ഒരേപോലെ വെൽത്തി ആകാൻ ഒക്കുന്ന, അല്ലെങ്കിൽ ഒരേപോലെ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഉയർത്താൻ ഒക്കുന്ന ഒരു അസറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ്. ഇത് വാരൻ ബഫറ്റിന് മേടിക്കാം, എലോൺ മസ്കിനും മേടിക്കാം, നമ്മളെപ്പോലുള്ള എല്ലാ ആളുകൾക്കും ഈവൻ ₹1 കൊടുത്തും നമുക്ക് ഈ ഒരു സാധനം മേടിക്കാം. നിങ്ങൾ എത്രമാത്രം അക്യുമുലേഷൻ ചെയ്യുന്നോ അത്രമാത്രം നിങ്ങളുടെ ഇമ്പ്രൂവ് ആവും നിങ്ങളുടെ ലൈഫ്. സിമ്പിൾ ഗെയിമാണ്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു അസിമെട്രിക് ആയിട്ടുള്ള ഒരു ഗെയിം, അല്ലെങ്കിൽ അസിമെട്രിക് ഗ്രോത്ത് ഉള്ളൊരു അസറ്റ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി വെറുതെ വേസ്റ്റാക്കി കളയരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, അടുത്തൊരു 4 തൊട്ട് 10 കൊല്ലം വരെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഞാൻ നിങ്ങളോട് പറയുന്നത്, യു ഷുഡ് ജോയിൻ എ ക്ലബ്. ബിറ്റ്കോയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലബ്ബിൽ നിങ്ങൾ ചേരണം. ബിറ്റ്കോയിൻ മലയാളി ക്ലബ്ബിൽ അല്ലെങ്കിൽ നിങ്ങൾ താല്പര്യമില്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബിറ്റ്കോയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലബ്ബിൽ ചേരണം. കാരണം യു നീഡ് എ സപ്പോർട്ടർ, എ മെൻറ്റർ. ലൈക്ക് എപ്പോഴും നിങ്ങൾക്ക് ഒരു സപ്പോർട്ടറിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളെപ്പോഴും ഈ നമ്മളെപ്പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ബിറ്റ്കോയിനെക്കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ബിറ്റ്കോയിനെ ഇഷ്ടപ്പെടുന്ന ആളുകളിലായിട്ട് ഒന്ന് കണക്ഷൻ വെച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ സംസാരിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഗ്രൂപ്പിലൂടെ പോകുമ്പോൾ നമുക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ എപ്പോഴും നമ്മുടെ ക്ലബിലുള്ള അംഗങ്ങളോട് ചോദിക്കാറുണ്ട്, ടുഡേ ഈസ് സൺഡേ, ഡിഡ് യു ബൈ ദ ബിറ്റ്കോയിൻ? കാരണം നമ്മളെല്ലാ ആഴ്ചയിലും, എല്ലാ സൺഡേയിലും ഞങ്ങൾ ബിറ്റ്കോയിൻ വാങ്ങിക്കാറുണ്ട്. സോ ഞാൻ ആ ഒരു സമയത്ത് മെസ്സേജ് അയക്കുമ്പോൾ ചില ആളുകൾ വന്ന് പറയും, ഐ ബോട്ട് ഇറ്റ് സം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, എനിക്ക് മേടിക്കണം. ₹50 അല്ലെങ്കിൽ ഒരു ₹500 അല്ലെങ്കിൽ ഒരു ₹1000 ആണെങ്കിലും എനിക്ക് മേടിക്കണം എന്നൊരു മോട്ടിവേഷൻ വരാറുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട്. ഇത് മനുഷ്യനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡിസിപ്ലിൻ ഇല്ല. നമ്മൾ ഈ ഒരു ബിറ്റ്കോയിൻ മേടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ മേടിക്കുമെങ്കിലും ഒരു കുറേ ആഴ്ചകൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ മറന്നു പോകും. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അതാണ്. അതുകൊണ്ടാണ് യു ഷുഡ് ബി ഇൻ എ കമ്മ്യൂണിറ്റി ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ബിറ്റ്കോയിൻ. ബിറ്റ്കോയിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന, അതിന് താല്പര്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് സോൾഡ് ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ബിറ്റ്കോയിൻ്റെയൊക്കെ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വോളറ്റിലിറ്റിയാണ്. ഒരു സാധാരണക്കാരന് താങ്ങാനൊക്കാത്തൊരു വോളറ്റിലിറ്റിയാണ്. വോളറ്റിലിറ്റി എന്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിറ്റ്കോയിൻ ഇപ്പോൾ 25,000 60,000 പോയി. 60ൽ നിന്ന് നേരെ ഒറ്റ കുതിപ്പായിട്ട് നേരെ 100,000 മുകളിൽ പോയി. ബിറ്റ്കോയിൻ ക്രാഷ് ചെയ്യുന്നത് 90%, 80%, 70% ഒക്കെയാണ് ക്രാഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം, ₹1 കോടി ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾ അങ്ങ് ടോപ്പിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബിറ്റ്കോയിൻ ഡ്രോപ്പ് ചെയ്യുന്നത് 70, 80, 90% ആണെന്നുണ്ടെങ്കിൽ, അയാളുടെ ₹1 കോടി എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയെ പിന്നെ അതിനകത്ത് കാണത്തുള്ളൂ അക്കൗണ്ടിൽ. അതൊക്കെ സാധാരണ ഒരാൾക്ക്, ഒരു ആവറേജ് ആയിട്ടുള്ള ആളുകൾക്ക് ദഹിക്കുന്ന കാര്യങ്ങളല്ല. ദേ കനോട്ട് സ്റ്റൊമക്ക് ദോസ് കൈൻഡ് ഓഫ് ഡ്രോപ്പ് 70-80%. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ സെല്ലിൽ അത് ലോസിൽ സെല്ല് ചെയ്തിട്ട് പിന്നീട് അത് ഒരിക്കലും അവർ ബിറ്റ്കോയിനിലേക്ക് വരത്തില്ല, ബിറ്റ്കോയിൻ മേടിക്കത്തില്ല. കാരണം മെൻ്റൽ ടോർച്ചർ അവർക്ക് ആ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ ഒരിക്കലും അതിലേക്ക് വരത്തില്ല, വരാൻ പേടിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു മെൻറ്ററെ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടറെ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിറ്റ്കോയിൻ്റെ ബുൾ മാർക്കറ്റിൽ നിങ്ങൾ എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങിക്കണം,
അല്ലെങ്കിൽ ബിയർ മാർക്കറ്റിൽ നിങ്ങൾ എങ്ങനെ വാങ്ങിക്കണം, ബുൾ മാർക്കറ്റ് തീരാറായോ, അല്ലെങ്കിൽ ആ സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഈ ബൈ ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ബിയർ മാർക്കറ്റിൻ്റെ ബോട്ടമായോ ആ സമയത്ത് നമുക്ക് ഏത് സമയത്ത് വേണം നമുക്ക് ലോൺ എടുക്കാൻ, ബിറ്റ്കോയിൻ മേടിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ടിനൊക്കെ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി വേണം. നാളെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ബിറ്റ്കോയിൻ കുറേ വർഷങ്ങൾക്ക് ശേഷമല്ല, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് ബിറ്റ്കോയിൻ വെച്ച് ലോൺ എടുക്കുന്നത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോ എനിക്ക് ലോണിനെ കുറിച്ച് ചെയ്യാനുണ്ട്, എങ്ങനെ ലോൺ എടുക്കാൻ ഒക്കും. ഞാൻ നമ്മുടെ ക്ലബിലുള്ള മെമ്പേഴ്സിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എങ്ങനെ ലോൺ എടുക്കാൻ ഒക്കും. ലൈവായിട്ട് നമ്മൾ കാണിക്കുവാണ് ലോൺ എടുക്കുന്നത് ഇത്ര രൂപയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് എടുക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്ര ശതമാനം ബിറ്റ്കോയിൻ വെക്കുമ്പോൾ എത്ര ശതമാനം കിട്ടും. അത് ഓൾറെഡി ബാങ്കുകൾ വന്നു കഴിഞ്ഞു. ഐ വിൽ ഷോ ദം ഇൻ നെക്സ്റ്റ് വീഡിയോ. അപ്പം നിങ്ങൾക്കിനി ഒരിക്കലും ബിറ്റ്കോയിൻ സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്കിനി സാധനങ്ങൾ മേടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങളില്ല. ലോൺ എടുക്കാം. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളിൽ ചില ആളുകൾ ലോൺ എടുത്തിട്ട് ദേ വിൽ നെവർ പേ ബാക്ക്. അവർ ജീവിത അവസാനം വരെ അവർ പേ ബാക്ക് ചെയ്യാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ അറിയണം. ബാങ്കുകൾ വരുന്നുണ്ട്, ബാങ്കുകൾ നിങ്ങളുടെ ബിറ്റ്കോയിന് വേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ ബിറ്റ്കോയിൻ ബാങ്കിന് കൊടുക്കാം, ബാങ്കിന് കൈവശമാക്കാൻ കൊടുക്കാം. ബാങ്ക് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് തരും എല്ലാ മാസവും, മേ ബി 15%. ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള സംഭവമാണ്. 15% എന്നൊക്കെ പറഞ്ഞാൽ ഈസ് ഹ്യൂജ്. 1 മില്യൺ ഒരു ബിറ്റ്കോയിൻ ഉള്ള ഒരാൾ, ഒരു ബിറ്റ്കോയിൻ്റെ വില 1 മില്യനായി. 1 മില്യൻ്റെ 15% വീതം എല്ലാ വർഷവും ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് ഹ്യൂജ് ആക്ച്വലി, അല്ലേ? അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ബാങ്കിന് ഈ ഒരു ബിറ്റ്കോയിൻ, നിങ്ങളുടെ ബിറ്റ്കോയിൻ വേണമെങ്കിൽ ലെൻഡ് ചെയ്യും ബാങ്ക്. അങ്ങനെയാണ് ബാങ്ക് പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഒരു ബിറ്റ്കോയിൻ്റെ സപ്പോർട്ടോടെ അയാൾക്ക് ആ വീട് മേടിക്കാൻ വേണ്ടി ബാങ്ക് ഹെൽപ്പ് ചെയ്യും. അതിനകത്ത് റിസ്ക് ഉണ്ട്, അത് വേറെ രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ബിറ്റ്കോയിൻ, നമ്മൾ സ്വർണം പണയം വെക്കുന്ന പോലെ ബിറ്റ്കോയിൻ പണയം വെക്കുക. പക്ഷേ അതിന് ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ പേ ചെയ്യണം. പക്ഷേ റിസ്ക് ഇല്ല, കാരണം അത് സൂക്ഷിക്കുന്നത് ഒരു ഹാർഡ്വെയർ വാലറ്റിനകത്ത്, ഒരു കോൾഡ് വാലറ്റിനകത്തോട്ടായിരിക്കും. ബാങ്ക് അല്ലെങ്കിൽ അതിന് ബാങ്ക് ഈട് നിൽക്കും. നമ്മുടെ നഷ്ടപ്പെട്ടു പോയാൽ തന്നെ അതിന് പൈസയ്ക്ക് സെക്യൂരിറ്റി ഉണ്ട്, സെക്യൂറാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ ബിറ്റ്കോയിൻ്റെ ടോപ്പിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കണം, പഠിക്കാൻ ശ്രമിക്കണം, പുതിയ പുതിയ അപ്ഡേറ്റുകളെക്കുറിച്ച് അറിയണം. അതിനൊക്കെ ഒരു കമ്മ്യൂണിറ്റി ആവശ്യമാണ്, അല്ലേ? അപ്പോൾ ഈ കണ്ടല്ലേ, അതെ, ബിറ്റ്കോയിൻ്റെ ഡ്രോപ്പ് എന്ന് പറയുന്നത് 87%. ഇവിടുന്ന് ഈ ഒരു 2018 നിന്ന് താഴോട്ട് ഉള്ള 19 ഈ ഡ്രോപ്പ് എന്ന് പറയുന്നത് 86-87%. ഈ ഒരു ഡ്രോപ്പ് 69 നിന്ന് 15 ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 77%. അപ്പോൾ ഈ ഒരു വോളറ്റിലിറ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ നോക്കും. വോളറ്റിലിറ്റിയെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അത് ഈ 60-70% ഡ്രോപ്പ് വരുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മളത് യൂട്ടിലൈസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അറിവുള്ള ഒരാൾ അത് യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾ അത് യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും വലിയ ഡ്രോപ്പ് വരുമ്പോൾ നമുക്ക് വേഗം നമ്മുടെ ഡ്രീം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ നോക്കും. കൂടുതൽ ബിറ്റ്കോയിൻ നമുക്ക് കളക്ട് ചെയ്യാൻ നോക്കും. അത് പാനിക്കായിട്ട് നിൽക്കരുത്. ആ സമയത്താണ് നമുക്ക് ഇതേപോലുള്ള സപ്പോർട്ട് വേണ്ടത്. ഇവിടെ നമ്മുടെ ഈ ഒരു ക്ലബ്ബ് പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് $1 $1. അതായത് $1 നാട്ടിൽ എത്ര രൂപയാണ്? 86 രൂപ. 86 രൂപയ്ക്ക് ഒരു ബിരിയാണി കിട്ടത്തില്ല, അല്ലേ? എന്തുമാത്രം പൈസ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ചിലവാക്കുന്നു. നിങ്ങൾ എത്ര പേര് സിഗരറ്റ് വലിക്കുന്നവരുണ്ട്? സിഗരറ്റിന് വേണ്ടി മാത്രം എത്ര രൂപ ചിലവാക്കുന്നുണ്ട്? അപ്പോൾ $1 കൊടുക്കുമ്പോൾ ഇത്രയും ഇൻഫർമേഷൻ, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഇൻഫർമേഷനും സപ്പോർട്ടും പ്രോത്സാഹനവും ഒരു കമ്മ്യൂണിറ്റിയും കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. അതാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വരുന്ന ഞായറാഴ്ച രാത്രി മാർച്ച് 2 നമ്മൾ ഒരു ലൈവ് പോകുന്നുണ്ട്. അത് നമ്മുടെ ക്ലബ്ബ് മെമ്പേഴ്സിന്, പെയ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് വേണ്ടി മാത്രമാണ്. അതായത് ബിറ്റ്കോയിൻ എങ്ങനെ അക്യുമുലേഷൻ ചെയ്യണം. നമ്മൾ ഈ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അതായത് ബിറ്റ്കോയിൻ എങ്ങനെ അക്യുമുലേഷൻ ചെയ്യണം, എങ്ങനെ സിസ്റ്റമാറ്റിക്കലി ചെയ്യണം, അതിനുള്ള സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുക്കും. ഇൻ ബിറ്റ്വീൻ എൻ്റെ സപ്പോർട്ടും കൂടെ എപ്പോഴും കാണും. ബിറ്റ്കോയിൻ ഇപ്പം ഈയിടയ്ക്ക് 96 നിന്ന് 78 പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു റേഞ്ച് പറഞ്ഞു, ഇത്രയും റേഞ്ചിലേക്ക് ഇത് ബിറ്റ്കോയിൻ പോകാം. നമുക്കതനുസരിച്ച് പൈസ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളതിനെ സിസ്റ്റമാറ്റിക് വേയിൽ നമ്മൾ ബൈ ചെയ്യണം. ഓൾമോസ്റ്റ് എല്ലാവരും ബൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്ലബ്ബിലെ, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനകത്ത് എല്ലാവരും അത് ബൈ ചെയ്തിട്ടുണ്ട്. എനിക്കത് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ആരും ഈ വട്ടം പാനിക്കായിട്ട് മെസ്സേജ് അയക്കുകയോ ബിറ്റ്കോയിൻ താഴുന്നത് കണ്ടിട്ട് പാനിക്കാവുകയോ ഒന്നും ചെയ്തിട്ടില്ല.
അവരെന്നോട് ചോദിച്ചത് ഇത് എത്ര രൂപയ്ക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ എവിടെ നിന്ന് എനിക്ക് ഇത്രയും ഹെവി ആയിട്ട് എവിടെ ചെയ്യണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ല പാനിക്കല്ല അവിടെ ആവുന്നത്. പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? നാളെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോരുത്തരുടെ ജീവിതം കാണുമ്പോൾ മനസ്സിലാവും ആരുടെ കയ്യിൽ ബിറ്റ് കോയിൻ ഉണ്ട്. അവൻ്റെ കയ്യിൽ ബിറ്റ് കോയിൻ ഉള്ളവനും ഇല്ലാത്തവനും ജീവിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ അടുത്ത 10 കൊല്ലം കൊണ്ടറിയും. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ക്ലബ്ബിലുള്ള ഫാമിലി മെമ്പേഴ്സ് എങ്ങനെ ജീവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടറിയും. അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടറിയാം ബിറ്റ് കോയിൻ ഉള്ളവൻ്റെ ജീവിതവും ഇല്ലാത്തവൻ്റെ ജീവിതവും. യു ഷുഡ് ബി ഇൻ ബിറ്റ് കോയിൻ ആക്ച്വലി. കാരണം ലോകത്തെ ഒരു അസറ്റും ഇതുപോലത്തെ വളർച്ച നൽകുന്ന ഒരു അസറ്റും ഇല്ല. കാരണം ഇത് 21 മില്യനേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കൈവശം വെക്കാൻ പറ്റുന്ന ഒരേ ഒരു അസറ്റ് ഈ ബിറ്റ് കോയിൻ മാത്രമാണ്. നിങ്ങളിപ്പോൾ ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തോട്ട് നിങ്ങൾ താമസം മാറുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാനഡയിലോട്ട് പോകുന്നു ഇന്ത്യയിൽ നിന്ന്, അല്ലെങ്കിൽ അമേരിക്കയിലോട്ട് പോകുന്നു, സിംഗപ്പൂർ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വസ്തു ഉണ്ടെങ്കിൽ യു ഹാവ് ടു സെൽ ഇറ്റ്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു റിട്ടേൺ ദ ഗോൾഡ്. നിങ്ങൾക്ക് ഗോൾഡുമായിട്ട് രാജ്യം വിടാൻ ഒക്കത്തില്ല. യു ഹാവ് ടു റിട്ടേൺ ബാക്ക്. അത് ആ രാജ്യത്തിൻ്റെയാണ് ആ ഗോൾഡ്, അല്ലേ? ഇപ്പോൾ ഉദാഹരണം, നിങ്ങളുടെ കയ്യിൽ ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്യൂട്ട് കേസ് നിങ്ങളുടെ തുണി എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. ബിറ്റ് കോയിൻ നിങ്ങളുടെ കൂടെ വരും. ബിറ്റ് കോയിൻ നിങ്ങളാണ്. ബിറ്റ് കോയിൻ നിങ്ങളുടെ തലയ്ക്കകത്താണ്. ബിറ്റ് കോയിൻ നിങ്ങളുടെ ഓർമ്മയിലാണ്. അതിനൊക്കെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ എന്താണ് ബിറ്റ് കോയിൻ എന്നുള്ള കാര്യം. അല്ലാതെ വാർത്തകൾ കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ അയലത്തുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ പറയുന്നതല്ല യഥാർത്ഥത്തിൽ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ചവരിൽ നിന്ന് ഇത് അറിയാൻ ശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ നാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു, സുനാമി ഉണ്ടാകുന്നു, ഫ്ലഡ് ഉണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു ജന്മം മുഴുവൻ ഉണ്ടാക്കിയ പൈസ എടുത്ത് വീട് നിർമ്മിക്കും. വീടിനകത്താണ് നമ്മുടെ അസറ്റ് വാല്യൂ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. ഒരു ഫ്ലഡോ ലാൻഡ് സ്ലൈഡോ സുനാമിയോ വന്നോ തീരാനുള്ളതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ മൊത്തം സമ്പാദ്യത്തോടെ തീരും. ഈ വന്ന കാലത്ത് ഈ പുതിയ ജനറേഷൻസ് അവരുടെ വാല്യൂ കീപ്പ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ വേൾഡിലല്ല. ഇറ്റ് വിൽ ബി ഇൻ ദ സൈബർ സ്പേസ്, ഇതീരിയൽ വേൾഡിലായിരിക്കും അവർ കീപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ വാല്യൂ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ഇപ്പോൾ നമ്മൾ വീട് വെക്കുന്നു, ഒരു 40 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. വീടിൻ്റെ നിർമ്മാണം, അതിൻ്റെ ശക്തി, അതിന് ഉറപ്പില്ലാതെ പോയിക്കൊണ്ടിരിക്കും. ആ ഒരു വീട് നമ്മൾ വാല്യൂ കൽപ്പിക്കുന്നത് അതിനകത്താണ്, ഫിസിക്കൽ വേൾഡിലാണ്. ഇനിയെല്ലാം നമ്മുടെ വാല്യൂ കീപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന എത്തീരിയൽ വേൾഡ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ വേൾഡിലല്ലാത്തൊരിടത്താണ്. ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു ഫിസിക്കൽ വേൾഡ് ഒരിടത്ത് അതിനെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. അത് ഹാർഡാണ്. ഫിസിക്കൽ വേൾഡ് സാധാരണ നമ്മൾ മനുഷ്യൻ അറിഞ്ഞേക്കുന്നത് ഫിസിക്കൽ വേൾഡിലുള്ള സാധനങ്ങൾക്കാണ് ഹാർഡ്നെസ് ഉള്ളതെന്നുള്ളതാണ്. എങ്കിലല്ല, സതോഷി കണ്ടെത്തിയേക്കുന്നത് ഡിജിറ്റലായിട്ടുള്ളൊരു വേൾഡിൽ ഹാർഡായിട്ടുള്ള അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കും. ആ ഹാർഡായിട്ടുള്ള അസറ്റിനെ കണക്ട് ചെയ്തേക്കുന്നത് ഭൂമിയുള്ള എനർജിയുമായിട്ടാണ്. അതായത് ഈ മൈനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെയർ അസറ്റ് ആക്ച്വലി. അപ്പോൾ അതിനെ ബിറ്റ് കോയിനെ ഈ ഒരു റെയറിറ്റി അല്ലെങ്കിൽ ഒരു സ്കേഴ്സിറ്റി നൽകുന്നത് ഭൂമിയിൽ എനർജി കൊണ്ടിട്ടാണ്, ഭൂമിയിലില്ലാത്തൊരു വസ്തുവിലുമായിട്ട് കണക്ട് ചെയ്തിട്ട്. ബട്ട് ഈസ് ഹ്യൂജ്. ദിസ് ടോപ്പിക് ഇസ് ഹ്യൂജ് ആക്ച്വലി. അല്ലാതെ സാധാരണ ഒരു രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് $2 സെല്ല് ചെയ്യുന്നതല്ല ബിറ്റ് കോയിൻ. ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല അത്. ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. ഇറ്റ്സ് എ റിയൽ മണി. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ സൗണ്ടായിട്ടുള്ളൊരു ഹാർഡായിട്ടുള്ളൊരു റിയലായിട്ടുള്ളൊരു മണി കാണുന്നത്. ദാറ്റ് ഇസ് ബിറ്റ് കോയിൻ. ലോകത്ത് ആർക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് ബിറ്റ് കോയിൻ എടുത്തുകൊണ്ട് പോകാൻ ഒക്കത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ലോകത്തിലൊന്നും ഓൺ ചെയ്യുന്നില്ല. ഗോൾഡ്, നിങ്ങളൊരു രാജ്യം കിടക്കുകയാണെങ്കിൽ നിങ്ങളത് സറണ്ടർ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ലാൻഡ്, നിങ്ങൾ എമിനൻറ്റ് ഡൊമൈൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ലാൻഡ് ഗവൺമെൻറ്റിനെ പിടിച്ചു വാങ്ങാം. നിങ്ങളുടെ അനുവാദം ഒന്നും വേണ്ട. ഈയിടെയായിട്ട് നമ്മുടെ ഹൈവേയുടെ വീതി കൂട്ടുന്നു. സൈഡിലുള്ള വീട്ടിലുള്ള ആളുകളുടെ എല്ലാം അനുവാദം ചോദിച്ചിട്ടാണോ? അല്ല. ആണോ? ദാറ്റ് ഈസ് എമിനൻറ്റ് ഡൊമൈൻ. ഗോ ആൻഡ് സെർച്ച് ഇറ്റ്. നിങ്ങളുടെ കയ്യിരിക്കുന്ന ബാങ്കിലെ ക്യാഷ് എപ്പോൾ വേണമെങ്കിലും ഫ്രീസ് ചെയ്യാം അക്കൗണ്ട്. നിങ്ങളുടെ അനുവാദം വേണ്ട. നിങ്ങളുടെ ഇരിക്കുന്ന സ്റ്റോക്ക് ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ദേ ക്യാൻ സ്റ്റോപ്പ് യു ടു ആക്സസ് ദാറ്റ് സ്റ്റോക്സ്. അപ്പോൾ ഇതൊന്നും ഈ ലോകത്തിലൊന്നുമില്ല. ആകെ നിങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ. ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം ദേ ഗേവ് യു ആസ് യു ആർ എ റെൻഡർ. അതായത് നിങ്ങളത് റെൻറ്റ് ചെയ്തേക്കുന്നത്. യു ആർ എ സ്ലേവ്. അത് നിങ്ങൾ യൂസ് ചെയ്യുന്നേക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ മരിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇറ്റ്സ് നത്തിങ് ദെയർ.
യു ഓൺ നത്തിങ്, സീറോ. നിങ്ങളുടെ വീട്ടിലെ കരം അടയ്ക്കുന്നില്ലേ, ടാക്സ് അടയ്ക്കുന്നില്ലേ, നിങ്ങൾ എന്തെല്ലാം കാര്യത്തിന് ടാക്സ് അടയ്ക്കുന്നുണ്ടോ അതൊന്നും നിങ്ങളുടെ അല്ല. ടാക്സ് അടയ്ക്കുന്നത് നിർത്തി നോക്കിയാൽ ദെൻ യു വിൽ നോ ഹൂ ഓൺസ് യുവർ ഹോം, യുവർ സ്വീറ്റ് ഹോം. ഒന്ന് നിർത്തി നോക്കിയേ. ദിസ് ഇസ് ഫസ്റ്റ് ടൈം, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യനെ അവന് സ്വന്തമായിട്ടെന്ന് പറയാൻ വേണ്ടി ഉള്ള ഒരു അസറ്റ് ബിറ്റ്കോയിൻ. അവന് മരിക്കുമ്പം വേണമെങ്കിൽ പോലും അത് കൂടെ കൊണ്ടുപോകാം. ആ ഒരു പാസ്വേഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് കീ പോയി കഴിഞ്ഞാൽ ലോകത്ത് ആർക്കും അതൊന്ന് ആക്സസ് ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾഡ്, നിങ്ങളുടെ ബാങ്കിലെ പൈസ, നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ്, നിങ്ങളുടെ സ്റ്റോക്ക് എല്ലാം ആക്സസ് ചെയ്യാം. ദേ ക്യാൻ ടേക്ക് ഇറ്റ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ഓൺ ചെയ്യുന്നില്ല. യു ഷുഡ് ലേൺ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ബഡി. നിങ്ങളിപ്പം കാനഡയിലോട്ട് പോവാണ്, ജസ്റ്റ് ഫ്ലൈറ്റ് കയറിയാൽ മതി നിങ്ങളുടെ ലഗേജുമായിട്ട്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കൂടെ പോരും. കാരണം ഈസി ആക്ച്വലി. നിങ്ങൾ ഫിസിക്കൽ വേൾഡിലല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനിയുള്ള കാലങ്ങൾ, ഇനിയുള്ള വർഷങ്ങൾ എല്ലാം ഫിസിക്കൽ വേൾഡിലല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് തിരിച്ചറിയുക. ഇത് പ്രായമായവർക്ക് അല്ലെങ്കിൽ 45 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊന്നും ദഹിക്കത്തില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അങ്ങനെയുള്ള സാഹചര്യത്തിലല്ല വളർന്നേക്കുന്നത്. നമുക്ക് അവരെ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ ഒക്കത്തില്ല. ദേ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. പക്ഷേ 25 തൊട്ട് 35 ആ ഒരു 40 വയസ്സ് വരെയുള്ളവർ, യു ഹാവ് ടു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദോസ് തിങ്സ്. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. സോ യു ഷുഡ് ജോയിൻ. കുറേ കാര്യങ്ങൾ എനിക്ക് പബ്ലിക്കിലെ യൂട്യൂബിൽ വന്ന് എനിക്ക് പറയാൻ നിങ്ങളോടൊക്കത്തില്ല. കുറേ കാര്യങ്ങൾ സെക്യൂർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ എനിക്കത് പറയാൻ നോക്കൂ. പുതിയ കുറേ ലോകങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, കുറേ അപ്ഡേറ്റുകളുണ്ട്. സോ യു ഷുഡ് ജോയിൻ ദെയർ. ജസ്റ്റ് $1 ബഡി. 86 രൂപ ഒരു മാസം. 86 രൂപ അഫോർഡ് ചെയ്യാനൊക്കാത്ത ഒരു മലയാളിയും കേരളത്തിലില്ല. സോ വാട്ട് യു ഗെറ്റിംഗ് ഈസ് ഇൻഫർമേഷൻ ഈസ് ഹ്യൂജ് കമ്പയർഡ് ടു ദാറ്റ് $1. ഓക്കെ, സോ ഇഫ് യു വാണ്ട് എനി ഹെൽപ്പ് ജസ്റ്റ് സെൻഡ് മെസ്സേജ്. അത് പാട്രിയോണിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഉണ്ട്, ഈ വീഡിയോയ്ക്ക് താഴെ ലിങ്ക് ഇടാം. സോ അടുത്ത 4 തൊട്ട് 10 കൊല്ലം യു ഷുഡ് പ്രിപ്പയർ ആൻഡ് യു ഷുഡ് കളക്ട് ആസ് മച്ച് ആസ് ബിറ്റ്കോയിൻ. നല്ലൊരു പൊസിഷനിലേക്ക് എത്തുക ബിറ്റ്കോയിൻ്റെ. ആഫ്റ്റർ ദാറ്റ് ലൈഫ് വിൽ ബി ഈസി ബഡി. കാരണം എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ ഈ ഒരു സൺഡേ ലൈവ് കഴിഞ്ഞ് അടുത്ത വീഡിയോ പോകുന്നത് എങ്ങനെ ബിറ്റ്കോയിൻ ലോൺ എടുക്കാം, ഏത് ബാങ്ക് വന്നിട്ടുണ്ട്, ഇന്ത്യയിലുള്ളവർക്കും അത് എടുക്കാം, എങ്ങനെ ലോൺ എടുക്കാം, ബിറ്റ്കോയിൻ എത്ര വെച്ച് എത്ര കിട്ടും ലോണ്, എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കും, എത്ര വർഷം കൊണ്ട് അടയ്ക്കണം, ഇതെല്ലാം. ആൻഡ് ആൾസോ വി ആർ ഗോയിങ് ടു യൂട്ടിലൈസ് ദോസ് ലോൺസ് ഇൻ ബിയർ മാർക്കറ്റ്. ബിയർ മാർക്കറ്റിൽ ചെന്ന് ബിറ്റ്കോയിൻ വെച്ച് സ്വന്തമായിട്ടുള്ള കയ്യിലുള്ള ബിറ്റ്കോയിൻ വെച്ചിട്ട് ലോൺ എടുത്തിട്ട് വീണ്ടും ബിറ്റ്കോയിൻ വാങ്ങിക്കുക. അങ്ങനെ ഒത്തിരി പ്രോസസ്സുകളാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഗൈസ് പ്ലീസ് കം. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് ബിറ്റ്കോയിൻ്റെ. സോ ജോയിൻ. നമുക്ക് ടൈമില്ല. 4 to 10 years നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ സാധാരണ നമ്മൾ പറയുന്ന പോലെ അടുത്ത 2 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് പണക്കാരനാകും. നോ, അങ്ങനെ സംഭവങ്ങളൊന്നും ഈ ലോകത്തില്ല. യു നീഡ് ടു സ്പെൻഡ് 4 to 10 years. അതായത് ഡെഡിക്കേറ്റ് ചെയ്ത് ബിറ്റ്കോയിൻ കളക്ഷൻ ചെയ്യണം, ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യണം. ഒക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അത് ചെയ്യാൻ തുടങ്ങി. ചില രാജ്യങ്ങൾ റിസർച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ചില രാജ്യങ്ങൾ റിസർച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ അവർ അസറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അക്യുമുലേഷൻ തുടങ്ങി. സൗദി, അബുദാബി, ദുബായ്, ദേ അണ്ടർസ്റ്റുഡ് ദിസ് ഇസ് ദ നെക്സ്റ്റ് ഓയിൽ. ഒന്ന് മനസ്സിലാക്കി. അവർക്കിനി ഓയിൽ വേണ്ട, ഇനി എല്ലാം ഇലക്ട്രിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോയി. അവരിനി അവരുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഓയിൽ ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അത് ആർക്കും വേണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ രാജ്യം പിന്നോട്ട് പോകും, അവരുടെ സാമ്പത്തിക വ്യവസ്ഥ മോശമായിട്ട് വരും. സോ ദേ ഹാവ് ടു മൂവ് ടു ദ ന്യൂ അസറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ബട്ട് ദിസ് ഇസ് ഹ്യൂജ്, ബിഗ്. ബിറ്റ്കോയിൻ ഇനി ഒരിക്കലും കില്ല് ചെയ്യാൻ ഒക്കത്തില്ല, നശിപ്പിക്കാൻ ഒക്കത്തില്ല, ആർക്കും ഒക്കത്തില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ഇറ്റ്സ് എ പബ്ലിക് നെറ്റ്വർക്ക്. അതായത് ബിറ്റ്കോയിൻ ആദ്യം അക്യുമുലേഷൻ ചെയ്യുന്നവർ വെൽത്തി ആയിട്ട് മാറും. ഏകദേശം ഒരു 10 കൊല്ലം ഇത് $millions എത്തിക്കഴിഞ്ഞ് ഇത് സ്റ്റേബിളായി കഴിയുമ്പോഴത്തേക്ക്, വോളറ്റിലിറ്റി ഒക്കെ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വരുന്ന ആളുകൾ ഇതിൻ്റെ കൺസ്യൂമറായിട്ട് മാറും. ദേ ഹാവ് ടു ബൈ ഇറ്റ് വെദർ ദേ ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. സോ നിങ്ങൾ ആലോചിക്കുക, കൺസ്യൂമർ ആവണോ വെൽത്തി ആവണോ? ഇൻ്റർനെറ്റ് വന്നു. ഇൻ്റർനെറ്റ് ഒരു പബ്ലിക് നെറ്റ്വർക്കാണ്, ലോകത്ത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ അതിനെ കൈവശമാക്കിയിട്ട് യൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, അല്ലേ? ദേ ആർ ട്രില്യൺ ഡോളർ കമ്പനീസ്.
പക്ഷെ അവർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പബ്ലിക് നെറ്റ്വർക്കാണ്. അവകാശങ്ങളില്ല ഇൻ്റർനെറ്റിന്. പക്ഷേ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം. ഇൻ്റർനെറ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സർവീസസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇല്ല, എൻവിഡി ഇല്ല, ഗൂഗിൾ ഇല്ല, ആമസോൺ ഇല്ല, ആപ്പിൾ ഇല്ല, ഒന്നുമില്ല. ഇറ്റ്സ് ഡൺ, അല്ലേ? ഷട്ടർ ക്ലോസ് ചെയ്യേണ്ടി വരും. ഇല്ല, ഈ ബിസിനസ്സേ ഇല്ല. പബ്ലിക് നെറ്റ്വർക്കാണെന്ന് ആലോചിക്കണം. അപ്പോൾ അവർ എയർലി അഡോപ്റ്റേഴ്സാണ്. ദേ യൂട്ടിലൈസിങ് ഇറ്റ് ആക്ച്വലി. ഇപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് അത് ഇൻഫർമേഷനായിട്ടുള്ള പബ്ലിക് നെറ്റ്വർക്കാണ്. ഇത് മണിയുടെ അല്ലെങ്കിൽ എക്കണോമിക് വാല്യൂവിൻ്റെ ഒരു നെറ്റ്വർക്കാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെല്ലാവർക്കും ഈ ഒരു നെറ്റ്വർക്ക് അഫോർഡ് ചെയ്യാം, ബൈ ചെയ്യാം. എങ്ങനെ? ജസ്റ്റ് ബൈ ബിറ്റ്കോയിൻ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് എല്ലാവർക്കും വേണം, എല്ലാ ബാങ്കിനും വേണം, എല്ലാ രാജ്യങ്ങൾക്കും വേണം. ദേ ആർ കമ്മിങ്. നിങ്ങളുടെ കയ്യിൽ ആ നെറ്റ്വർക്കിൻ്റെ നിങ്ങളതിൻ്റെ അവകാശിയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ കം ടു യു. നേരത്തെ പറഞ്ഞാൽ ലോണും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ അടുത്തോട്ട് വരും. സോ നിങ്ങൾക്ക് എത്രമാത്രം അക്യുമുലേഷൻ ചെയ്യാനൊക്കെ ആ നെറ്റ്വർക്ക് അക്യുമുലേഷൻ ചെയ്യുക. ഞാൻ പറഞ്ഞു, ഓൾ കോയിൻസിനെ പോലെ ബാക്കിയുള്ളതിനെ പോലെ അല്ല ഇത്. അത് നിങ്ങളുടെ എന്താണ് പറയുന്നത്, നിങ്ങളുടെ ഡയറക്ഷൻ തെറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഓരോരോ കാര്യങ്ങളാണ്. ഇറ്റ്സ് എ ഗാംബ്ലിങ്. അതൊരു അടുത്തൊരു സ്റ്റോക്കാണ്. ഓഫ് കോഴ്സ് ചില ഓൾ കോയിൻസും കാര്യങ്ങളൊക്കെ ഈ റിയൽ വേൾഡിലായിട്ടുള്ള കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആപ്പിളും ആമസോണും ഗൂഗിളും ഒക്കെ ചെയ്യുന്ന പോലെ അതൊരു കമ്പനി തന്നെയാണ്. പക്ഷേ ദിസ് ഈസ് ഡിഫറെൻറ്റ്. അതാദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. സൊലാന മേ ബി ദേ വിൽ സോൾവിങ് സം അതർ റിയൽ വേൾഡ് പ്രോബ്ലംസ്. ഇറ്റ്സ് ഓക്കെ. അതൊരു സ്റ്റോക്കാണ്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയാണ്, അല്ലെങ്കിൽ ചെറിയൊരു ബ്ലോക്ക് ചെയിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഓൾ കോയിൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ബട്ട് നമ്മുടെ ഈ വേൾഡിലെ ഒരു ഇഷ്യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കീപ്പ് ചെയ്യാൻ ഒക്കുന്നില്ല എങ്ങും. അതിനൊരു മീഡിയം ഇല്ല. ദാറ്റ് ഈസ് ബിറ്റ്കോയിൻ നൗ. അതൊരു ഹ്യൂജ് ടോപ്പിക്കാണ്. അതൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു അസറ്റാണ്. അതിനിടയിൽ കൂടെ ചെറിയ അസറ്റുകൾ സൊലാന ഇതുപോലെ എതീരിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. ദാറ്റ് വിൽ ഡിസ്ട്രാക്ട് യുവർ ഡിറക്ഷൻസ് ആക്ച്വലി. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബിറ്റ്കോയിനിലാണ്. ഓക്കെ, സോ എനിക്കത്രയൊക്കെ പറയാനുള്ളൂ. ബട്ട് ഇറ്റ്സ് അപ് ടു യു. ബട്ട് യു വിൽ സീ എവറിത്തിങ് വാട്ട്സ് ഹാപ്പനിങ് നൗ. ഓക്കെ, ഇത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 200,000 കടന്ന് പോകാൻ വേണ്ടി പോവുകയാണ്. യു വിൽ ഗോ ആൻഡ് വിറ്റ്നസ് ഇറ്റ്. യു വിൽ സീ ഇറ്റ്. സോ ദാറ്റ് ടൈം യു വിൽ ബി സോറി ഗൈസ്. ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഇസ് വൺസ് ഇൻ അല്ല, മെനി ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. ഓരോ 300-400 കൊല്ലം ഇരിക്കലെയാണ് ഓരോരോ പുതിയ അസറ്റുകൾ വരുന്നത്. ബോണ്ട് മാർക്കറ്റ് വന്നു. എത്രയോ 10-600 കൊല്ലം മുന്നേ ബോണ്ട് മാർക്കറ്റ് വന്നു. 300 കൊല്ലത്തിന് ശേഷം അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റ് വന്നു. അങ്ങനെ ഓരോ 200-300 കൊല്ലത്തിൻ്റെ ഇടയിലാണ് ഓരോരോ അസറ്റുകൾ പുറത്തോട്ട് വരുന്നത്. നമ്മൾ ആ ഒരു അസറ്റ് വന്നപ്പോൾ ബിറ്റ്കോയിനാണ് അടുത്ത പുതിയ 21st സെഞ്ച്വറിയിലേക്ക് അത് കഴിഞ്ഞ് പോകാൻ വേണ്ടി പോകുന്നത്. ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് നമ്മളിവിടെ വരിക, നമ്മളിവിടെ അക്യുമുലേഷൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഹ്യൂജ് ആയിട്ടുള്ള കാര്യമാണ്. നാളെ നമുക്ക് ഈ പൈസ കൊണ്ട് നമുക്ക് ബിറ്റ്കോയിൻ മേടിക്കാൻ ഒക്കാത്തൊരവസ്ഥയിലേക്ക് വരും. അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വരും. പൈസ കൊണ്ട്, നമ്മുടെ കയ്യിരിക്കുന്ന പൈസ കൊണ്ട് ബിറ്റ്കോയിൻ മേടിക്കാൻ ഒക്കാത്തൊരവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ ഈസിയാണ്, നമ്മുടെ കിട്ടുന്ന ഫിയറ്റ് കറൻസി ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് മേടിച്ചാൽ മതി. പറ്റാത്ത ഒരു കാലം വരും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? സോ ആക്ട് നൗ. യു നീഡ് സപ്പോർട്ട്, യു നീഡ് കമ്മ്യൂണിറ്റി. നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, ഒരേപോലെ ചിന്തിക്കുന്ന ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിൾ, അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോവുക. നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ വരും. നമുക്ക് ഡിസ്ട്രാക്ഷൻ ആവത്തില്ല. യു ഷുഡ് ബി ഇൻ ദിസ് ക്ലബ്. ജസ്റ്റ് $1 എവറി മന്ത്. ജസ്റ്റ് $1. ദാറ്റ്സ് ഇറ്റ്. $1 അഫോർഡ് ചെയ്യാൻ ഒക്കാത്ത ഒരു മലയാളിയും കേരളത്തിൽ ഇല്ല. ഓക്കെ, സോ ടേക്ക് കെയർ. ബൈ ബൈ.